ന്യൂസ് മലയാളം ബിഗ് ബ്രേക്കിംഗ്. മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ച് യമനിലെ ക്രിമിനൽ കോടതി. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നിർദ്ദേശപ്രകാരം സൂഫി പണ്ഡിതൻ ഷൈഖ് ഹബീബ് ഉമറിന്റെ പ്രതിനിധികൾ നടത്തിയ ചർച്ചയിലാണ് നിർണായക തീരുമാനം. കേരളത്തിൽ നിന്നുള്ള സുന്നി നേതാവിന്റെ ഇടപെടൽ യമൻ പത്രങ്ങളിലും വന്നുകഴിഞ്ഞു. മനുഷ്യൻ എന്ന നിലയിലാണ് ഇടപെടൽ നടത്തിയതെന്ന് കാന്തപുരം പറഞ്ഞു. മനുഷ്യത്വവും സാഹോദര്യവും തുളുമ്പുന്ന സുമനസ്സുകളുടെ അക്ഷീണ പ്രയത്നത്തിന്റെ ഫലമാണ് തീരുമാനമെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു. ശിക്ഷ മരവിപ്പിച്ചെന്ന ആശ്വാസ വാർത്ത ആദ്യം പ്രേക്ഷകരെ അറിയിച്ചത് ന്യൂസ് മലയാളമാണ്. മനുഷ്യൻ എന്ന നിലക്ക് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്ന മതമാണ്. നാളെ കൊലപ്പെടുത്താമെന്ന ആ നിയമം മാറ്റി അല്പ ദിവസം നീട്ടിവെച്ചിരിക്കുന്നു എന്ന വിവരം എനിക്ക് ഔദ്യോഗികമായി അവർ അയച്ചു തരികയും ചെയ്തു. നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട കേസിൽ രാജ്യത്തെ നയതന്ത്ര സംവിധാനങ്ങൾക്ക് ഒരു പ്രതിസന്ധി നേരിട്ട ഘട്ടത്തിലാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഈ കേസിനകത്ത് ഇടപെടുന്നത്. യമനിലെ പൗരനായിട്ടുള്ള തലാൽ അബ്ദുൽ മഹദിയെ കൊലപ്പെടുത്തിയ കേസിലാണ് നിമിഷപ്രിയക്ക് യമനിലെ ക്രിമിനൽ കോടതി വധശിക്ഷ വിധിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നിമിഷപ്രിയയുടെ അമ്മയ്ക്കും അതോടൊപ്പം തന്നെ നിമിഷപ്രിയ സേവ് ആക്ഷൻ കൗൺസിലിനൊക്കെ പ്രതീക്ഷ നഷ്ടപ്പെട്ട ഘട്ടത്തിലാണ് കാന്തപുരം ഉസ്താദ് ഈ വിഷയത്തിനകത്ത് ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇടപെട്ട് 48 മണിക്കൂറിനകം യമനിലെ സൂഫി പണ്ഡിതൻ മുഖാന്തരം ഇടപെട്ട് 48 മണിക്കൂറിനകം വധശിക്ഷ നീട്ടിവെക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ യമനിലെ സൂഫി പണ്ഡിതന്റെ പ്രതിനിധി സംഘം ഈ തലാലിന്റെ കുടുംബവുമായും അതോടൊപ്പം തന്നെ യമനിലെ ഭരണാധികാരികളുമായും ഗോത്ര തലവന്മാരുമായും ഒക്കെ തന്നെ ചർച്ച നടത്തി. ഈ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് രണ്ടഭിപ്രായം ആ ഘട്ടത്തിൽ ഉയർന്നു എന്ന സാഹചര്യം ഉണ്ടായി. ഒരു ഭാഗം പറഞ്ഞു ഈ വിദ്യാധനം സ്വീകരിച്ചുകൊണ്ട് അത്തരം നടപടികളിലേക്ക് കടക്കാമെന്ന് പറഞ്ഞു. മറ്റൊരു വിഭാഗം പറഞ്ഞു നിമിഷപ്രിയ ശിക്ഷാ നടപടികൾ നേരിട്ട എന്നൊരു അഭിപ്രായം മറ്റൊരു വിഭാഗം ഉയർത്തി. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ സൂഫി പണ്ഡിതന്റെ പ്രതിനിധികൾ നടത്തിയ ക്രിയാത്മകമായ ചർച്ചയിലാണ് ഇത്തരത്തിലൊരു പോസിറ്റീവായിട്ടുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കുന്ന അല്ലെങ്കിൽ നീട്ടിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും ഈ നീട്ടിവെച്ച പശ്ചാത്തലത്തിൽ കൂടുതൽ സമയം ലഭിക്കും. ഈ സമയത്തിനുള്ളിൽ യമനിലെ തലാലിന്റെ ഫാമിലിയുമായും അതോടൊപ്പം തന്നെ അവിടെയുള്ള ഭരണാധികാരികളുമായും ചർച്ച നടത്താനുള്ള ഒരു അവസരം ഈ ആക്ഷൻ കൗൺസിലിനും അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും വന്നു ചേർന്നിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടൊരു ശുഭവാർത്ത നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് നൽകാൻ കഴിയും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.